4 ചെറുപ്പക്കാര് RCCBനെ കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. ഗംഭീരം എന്ന് പറഞ്ഞാൽ ഗംഭീരം. ഇലക്ട്രീഷ്യന്മാരാണ്. നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കും. പറയാൻ പറ. ഹലോ ജോർജ്, നമ്മുടെ പള്ളിത്താഴെ ഒരു സുഹൃത്തിന്റെ വീട്ടിലെ വയറിങ്ങിന് ചെറിയൊരു പ്രശ്നമുണ്ട്. ഈ മെയിൻ സ്വിച്ച് പോലെ താന്നു എന്തോ ഒരു സാധനം ഇല്ലേ, എന്തോ അത് RCCB. അത് തന്നെ. ആ സാധനം നേരെ വെക്കുന്നില്ല. നിനക്കൊന്ന് വന്ന് നോക്കാൻ പറ്റുമോ? പള്ളിത്താഴെ എവിടെയാ? ജേക്കബിന്റെ വീട്ടിലാണോ? അത് തന്നെ. അവിടെ ഒരു പണിക്കാരൻ വന്നിട്ടുണ്ടല്ലോ, കുറെ ടൂൾസ് ഒക്കെ ഉള്ള ഒരു ആധുനിക പണിക്കാരൻ. അയാൾ നോക്കിയിട്ട് എന്താ ശരിയായില്ലേ? അവൻ നോക്കിയിട്ട് പറയാ ഇത് മുഴുവൻ പൊളിച്ചിട്ട് പിന്നെ വയറിങ്ങാണ്. അപ്പൊ ഞാനാ പറഞ്ഞു നിന്നെ കൊണ്ടൊന്ന് നോക്കിക്കാന്ന്. അത് വേണ്ട എന്താ, ഇനി ഞാൻ തൊട്ടിട്ട് ഒന്നും നാശാകണ്ട. എന്തായാലും ഇതെല്ലാം കുത്തിപ്പൊളിച്ച് കളയാൻ പോവല്ലേ ജോർജെ. അപ്പൊ നീ ഒന്ന് വന്ന് നോക്കുന്നതിൽ എന്താ തെറ്റ്? മാത്രല്ല ഞാൻ നിന്നെ വിളിച്ചുകൊണ്ട് കൊണ്ടുവരാന്ന് ഇവന്മാരുടെ അടുത്ത് വെല്ലുവിളിക്കുകയും ചെയ്തു. ഞാൻ വരില്ല ചന്ദ്ര. നീ ഒരു കാര്യം ചെയ്, അവിടെ ഇരിക്കുന്നവനോട് ഞാൻ പറയുന്ന പോലെ ഒന്ന് ചെയ്യാൻ പറ. ELCB എങ്ങനെയാ നിക്കുന്നതില്ലേ, അതൊരു ഇടപെട്ടാണോ താന്നു പോകുന്നത്? ഇടക്കിടക്ക് തന്നു. കുറച്ച് പഴയ പരിപാടിയാ, ഇപ്പത്തെ പിള്ളേർക്കും ദഹിച്ചെന്ന് വരില്ല. എന്തായാലും കുത്തിപ്പൊളിച്ച് കളയാൻ പോവല്ലേ, ഇതുകൂടെ ഒന്ന് ചെയ്തു നോക്ക്. നീ പറ ജോർജ്. അവനോട് മീറ്റർ എടുത്തോട്ട് ഫ്യൂസ് ഊരിയിട്ട് മെയിനിലേക്കുള്ള ഫേസ് ന്യൂട്രും ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു കൊടുക്കാൻ പറ. അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. അതൊന്നും കുഴപ്പമില്ല, നീ ചെയ്, ബാക്കി ഞാൻ നോക്കിക്കോളാം. ജോർജെ പറഞ്ഞ പോലെ ചെയ്തിട്ടുണ്ട്. ഇനി അകത്ത് പോയിട്ട് ELCB ഒന്ന് പൊക്കാൻ പറ. ചന്ദ്ര, ഇത് നിക്കുന്നില്ല. ജോർജെ സാധനം നിക്കുന്നില്ല കേട്ടോ. ഇപ്പൊ ന്യൂട്രലാണ് എർത്തായിരിക്കുന്നത്. അവനോട് അകത്ത് പോയിട്ട് ന്യൂട്രൽ ബാറിൽ നിന്ന് ഓരോ ന്യൂട്രലായിട്ട് അഴിച്ചിട്ട് ELCB പൊക്കി നോക്കാൻ പറ. ശ്രദ്ധിച്ച് കേൾക്കണം, ഓരോ ന്യൂട്രൽ അഴിക്കുക, ELCB പൊക്കി നോക്കുക. ജോർജെ ELCB നിന്നടാ. ബാക്കിയുള്ള ന്യൂട്രലെല്ലാം ബാറി കൊടുക്കാൻ പറ. ജോർജെ കൊടുത്ത്. ഇനി എവിടെയാ കറണ്ട് ഇല്ലാത്തതെന്ന് നോക്ക്. ചിലപ്പോൾ റൂമിലായിരിക്കാം, അടുക്കളയിലാവാം, സ്റ്റോറിലാവാം. മുക്കും മൂലയും തപ്പണം. ചന്ദ്ര, ഇവിടെ കറണ്ടില്ല. ജോർജെ ഇതൊരു റൂമാ, ഇവിടെ കറണ്ട് ഇല്ലടാ. പക്ഷെ ഈ റൂം ഫുള്ള് നമ്മൾ അഴിച്ചു പുറത്ത് നോക്കിയതാണല്ലോ. ആ റൂമിൽ എന്തൊക്കെയാ ഉള്ളത്? ബെഡ് സ്വിച്ച്, പ്ലഗ്, അവന്റെ പോയിന്റ് ഉണ്ട്, പിന്നെ 2 ഹോൾഡർ. ഹോൾഡർ രണ്ടും അഴിച്ചോ? അഴിച്ചിട്ടേക്കുവാ, അതിനൊന്നും ഒരു പ്രശ്നമില്ല. സീലിംഗ് ക്രോസോ? ഇത് അഴിച്ചിട്ടില്ല. അതിലേക്കുള്ള കൺട്രോൾ ഞാൻ സ്വിച്ച് ബോർഡിൽ അഴിച്ചിട്ടുണ്ടോ, അതുകൊണ്ട് അത് അഴിക്കേണ്ട ആവശ്യമില്ല. സീലിംഗിലേക്ക് എർത്ത് വലിച്ചിട്ടുണ്ടോ? ഉണ്ട്. സീലിംഗ് ക്രോസ് അഴിക്കുക. അഴിക്കുമ്പോൾ സൂക്ഷിച്ചഴിക്കണം, നമുക്കുള്ള ഉത്തരം അതിലുണ്ട്. എടാ ജോർജ്, ഇതിൽ തന്നെയാടാ പ്രശ്നം. എന്ത് പറ്റിയതാടാ? ന്യൂട്രല് ഭിത്തിയായിട്ട് എർത്തായി കാണും. ഒരുവിധപ്പെട്ട മെഷീനുകൾക്കൊന്നും അത് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ഞാനൊരു പഴയ ആളല്ല ചന്ദ്ര. പുതിയത് വരുമ്പോൾ പഴയതൊന്നും ഞാൻ കളയാറില്ല. അതിപ്പോൾ ഒരു തുരുമ്പ് പിടിച്ച ആണിയാണെങ്കിലും എപ്പോഴെങ്കിലും എവിടെയെങ്കിലും ചിലപ്പോൾ എൻ്റെ പെട്ടിക്ക് ആണി അടിക്കാനെങ്കിലും അത് ആവശ്യം വരും. നിന്റെ പേരെന്താന്നാ പറഞ്ഞേ? ജോബിഷ് ജോർജ്. അനുഭവ സമ്പത്ത് എന്നുള്ളൊരു കാര്യം ഉണ്ടല്ലോ, അതൊരു മെഷീനും തോൽപ്പിക്കാൻ കഴിയില്ല അല്ലേ. ആ വീഡിയോസിലെ BG ഒക്കെ എന്തല്ലേ, എന്ത് രസമായിട്ടല്ലേ ചെയ്തിട്ടുള്ളത്. ഫോളോ ചെയ്യാൻ മറക്കല്ലേ.